ഹലോ ഹായ്. അപ്പേ ഇന്ന് നമ്മുടെ ടീമിന്റെ കല്യാണത്തിന് വേണ്ടി പോവാട്ടോ. അപ്പൊ നമ്മുടെ ടീമിന്റെ കല്യാണത്തിന് പോകുന്നത് നമ്മൾ പള്ളുരുത്തിയിലാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റു. ഏകദേശം സമയം ഒരു 10 മണി 10:15 കൊച്ചുങ്ങളൊക്കെ സ്കൂളിലൊക്കെ വിട്ടു. അപ്പൊ ഞാനിനി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ചാലക്കുടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കുഞ്ഞൊരു മിനി വ്ലോഗ് ചെയ്യാന്ന് തീരുമാനിച്ചു, നമ്മുടെ ടീമിന്റെ കല്യാണം ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടി എന്റെ കോലം ഒറിജിനൽ ഇതാണ്, എന്റെ മേക്കപ്പ് ഇല്ലാത്ത കോലം, പേടിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഓക്കേട്ടോ, കുളിച്ചിട്ട് വരാമേ. അങ്ങനെ കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിയുമ്പോൾ ഞാൻ തേക്കുന്ന ഒരു ക്രീമാണ് ദേഹത്ത് കേട്ടോ, ബോഡി ലോഷനാണ്. അപ്പൊ നമ്മുടെ ഇത് അങ്ങനെ എന്താ പറയാ, എല്ലാവർക്കും റെഗുലറായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് കയ്യിലും കാലിലും ഒക്കെ പിന്നെ എല്ലായിടത്തും ഞാൻ തേക്കുന്നതാണിത്. അതങ്ങ് ശീലിച്ച് പോയി കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാലക്കുടി രംഗീലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ആകുമ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ടാവും. പോയി ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലെ കല്യാണത്തിന് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വില കൂടിയ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം മീഷോയാണ് എൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പൊ ഞാൻ മീഷോ മാറ്റി രംഗിലേക്കൊന്ന് പോയി നോക്കട്ടെ അവിടെ ഉണ്ടോ അല്ലയോ കേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ പോകുമ്പോൾ നിങ്ങളും കൂടി വായോ. നമ്മള് 2 വീലറിലാണ് പോണേട്ടാ, കാരണം അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ശോഭം. അതാണ് കൂടെ ഞാനും വിചാരിച്ചു കൂടെ 2 വീലറിലാണ് പോകുന്നത്. പുതിയ ഹെൽമെറ്റ് കേട്ടോ, പുതിയ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഞങ്ങള് 2 വീലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഏകദേശം ഒരു 10 വർഷത്തോളം ആയില്ലേ നമ്മുടെ ഈ ബൈക്ക് നമ്മുടെ തുടങ്ങിയിട്ട് അല്ലേ. 14 വർഷമായ ബൈക്കാണ് കേട്ടോ. പിന്നെ കൊടുക്കാനൊരു മടി. ഗ്ലാമറിന്റെ പഴയ ബൈക്കാ. ബൈക്കിൽ ഒരുപാട് നമ്മളിങ്ങനെ അലഞ്ഞിട്ടുള്ളതാ. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, കട്ടിപ്പൊക്കം. നല്ല വെയിലാ. ഇത് നമ്മുടെ ഹോസ്പിറ്റല് CCMK എന്ന് പറയും. പഴയ ഹോസ്പിറ്റൽ IVGM എന്നായിരുന്നു, അതിന്റെ പേര് മാറ്റി CCMK എന്നാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹോസ്പിറ്റല്. ഇനി ഇതാണ് നമ്മുടെ ചാലക്കുടി ടൗണ്. അങ്ങനെ നമ്മുടെ ഷോപ്പ് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് രംഗീല കേട്ടോ. നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കയറാം. ഇങ്ങനത്തെ മോഡലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മോഡലുണ്ടോ? ഇത് പഴയ മോഡല് പോലെ ഇങ്ങനത്തൊക്കെ എനിക്കുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് അത്ര കളറൊക്കെ ഇഷ്ടമായി, എന്നാലും ഒരു സാധാരണ മോഡലായിപ്പോയി. പിന്നെ ഇത് നോക്കിയപ്പോൾ ഇതും കളർ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് എന്തോ ഒരു പഴഞ്ചാണ്ടി മോഡലായിപ്പോയി. ഇതും അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ വയലറ്റിൻ്റെ ഒരു കളർ ചേഞ്ചാണേ. അങ്ങനെ സാധാരണ മോഡൽ രസമുണ്ട് ഇട്ടിട്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് ഇട്ടപ്പെടുമ്പോൾ ഒരുമാതിരി ഞാൻ പർവ്വതം പോലെ ആയിപ്പോയി. പിന്നെ വൈറ്റ് കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ വേറെ ഇട്ട് നോക്കി. ഇത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു, എന്നാലും പാവാട ഒരുമാതിരി ആയിപ്പോയി. പക്ഷേ ഇതാണ് നമ്മുടെ ഡ്രസ്സ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ
ഇതെടുത്തു. നമ്മൾ ഡ്രസ്സ് എടുത്തു കേട്ടോ. ഡ്രസ്സ് എടുത്ത് നമ്മൾ ഒന്ന് ഷെയ്പ്പ് അടിക്കണമായിരുന്നേ. ഇപ്പം നമ്മളത് ഷെയ്പ്പ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഷെയ്പ്പ് അടിക്കാൻ വേണ്ടിയിട്ട് സമയം 1 മണിയാകുമ്പോഴേ അത് തയ്ച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് 1 മണിക്ക് വരാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പോണു. ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തി. ഞാനവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ചാനലുകാരെല്ലാവരും കൂടെ വളഞ്ഞു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് അവർ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എൻ്റെ എടുക്കുവാണ്. അപ്പോൾ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കുറച്ച് വീഡിയോസ് അവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ ബിനീഷേട്ടൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു രക്ഷയില്ല, ഭയങ്കര ക്രൗഡാണ്. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറി ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുത്തു. എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മൊത്തം ഒരുപാട് നിമിടങ്ങളായത് കാരണം കൊണ്ട് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഉള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരാം. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു ബിജു ചേട്ടാ? അതെ, ഓൺലൈൻ വീഡിയോക്കാർ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, അതുപോലെ എല്ലാവിധ ആശംസകളും ബിനീഷേട്ടനും താരയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും. അമ്മേനെ പൊന്നുപോലെ നോക്കുന്ന ഒരു മരുമോളെ കിട്ടിയെന്നാണ് നമ്മുടെയൊക്കെ ഒരു ആണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്നല്ല, നമ്മുടെയൊക്കെ ഇപ്പം എന്തോ പറയാൻ വേണ്ടി വന്നതാണ്, എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നല്ലൊരു ലൈഫ് തന്നെ നമ്മുടെ വിനീഷേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പം താരയാണെങ്കിലും നല്ല സുന്ദരി കുട്ടിയാണ്. അതുപോലെ അമ്മച്ചിയും ഭയങ്കര സന്തോഷമാണ്. അമ്മച്ചിയുടെ വീഡിയോസാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, അമ്മയുടെ കുക്ക് വീഡിയോ ഒക്കെ. അതുപോലെ അവർക്ക് നല്ലപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും, ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും. അത് തന്നെ, തീർച്ചയായിട്ടും ഓൺലൈൻ മാത്രം കണ്ട ഒരുപാട് പേരെ, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ബിനു അനുമാനിച്ചേട്ടൻ, സ്റ്റാർ മാജിക് ടീംസ് മൊത്തം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചാനലുകാരും എല്ലാവരും ഭയങ്കര ക്രൗഡും തിരക്കിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ ആൾക്കാരോട് സംസാരിക്കാം. നമ്മുടെ ജിനു ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട്. അതിലുപരി എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരും ഞാൻ നോക്കുമ്പോഴത്തേക്ക് നിമിഷാന്നും പറഞ്ഞ് എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ വിഷ്ണുചേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ ചെന്നപ്പോൾ വിഷ്ണുചേട്ടാ ഹായ് എന്ന് പറഞ്ഞാൽ തന്നെ പറയാം, കാണാറുണ്ടല്ലോ, ഫേസ്ബുക്ക് താരം വന്നല്ലോ എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഒരുപാട് പേരെ കാണാൻ വേണ്ടി സാധിച്ചു, ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമല്ലേ വിജയ് ചേട്ടാ? ഞങ്ങൾ രണ്ടുപേരെ അറിയത്തില്ലാത്ത ആൾക്കാർ ആരുമില്ല. അതുതന്നെ വലിയ സന്തോഷം. അപ്പൊ അങ്ങനെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോകും. ഏകദേശ സമയം എന്ന് പറഞ്ഞാല് എത്ര മണി? 9:20 കേട്ടോ. ഇനി നമുക്ക് ചാലക്കുടി എത്തണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സമയം ആയതുകൊണ്ട് ഗുഡ് നൈറ്റ് നേരുന്നു. ഇത് എപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്നാലും ഒരു ഗുഡ് നൈറ്റ് ഇരിക്കട്ടെ കേട്ടാ. സെറ്റ്.